ഹലോ, എല്ലാവർക്കും ഗ്രഹിതാസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എത്തിയത് ചെറിയ മോളുടെ ആനുവൽ ഡേ വിശേഷങ്ങളുമായിട്ടാണ്. ഇവിടെ ബാംഗ്ലൂർ സിംഹസാന്ദ്രയിലുള്ള സ്മോൾ സ്റ്റെപ്പ് എന്നൊരു ചെറിയൊരു സ്കൂളിലാണ് കേട്ടോ മോള് പഠിക്കുന്നത്. LKG-യിലാണ്. പ്രോഗ്രാം നടത്തിയത് ഇവിടെ അക്ഷയ് നഗറിൽ വാദിരാജ കലാഭവന എന്ന് പറഞ്ഞ ഒരു ഓഡിറ്റോറിയത്തിലാണ്. ഞങ്ങൾ എത്തുമ്പോഴേക്കും എല്ലാരും എത്തിച്ചേരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. പ്രിൻസിപ്പാൾ ഭദ്രദീപം തെളിയിച്ചുകൊണ്ട് പ്രോഗ്രാമിന് തുടക്കമിട്ടു. തുടർന്ന് ടീച്ചേഴ്സിന്റെ പ്രാർത്ഥനാ ഗീതമായിരുന്നു. അതിനുശേഷം പ്രിൻസിപ്പാൾ മാം ഈ വർഷത്തെ ആനുവൽ റിപ്പോർട്ട് വായിക്കുകയുണ്ടായി. അതിൽ ഈ വർഷം അവര് കണ്ടക്ട് ചെയ്ത എല്ലാ പ്രോഗ്രാംസിനും മാത്രമല്ല സിലബസിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാ ടോപ്പിക്സിനെ പറ്റി വളരെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു. അവരുടെ സ്ക്രീൻ പ്ലേയിൽ നിന്നും നമുക്ക് ഒരുപാട് മനസ്സിലാവുന്നുണ്ടായിരുന്നു എത്രമാത്രം കുട്ടികൾ എൻജോയ് ചെയ്താണ് ഈ വർഷം ഓരോ ആക്ടിവിറ്റീസും ചെയ്തതെന്ന്. ഒരുപാട് സന്തോഷം തോന്നിയിട്ടോ അതെല്ലാം കണ്ടപ്പോഴേ. അടുത്തതായിട്ട് ചീഫ് ഗസ്റ്റ് ആയ അലക്സ് റാഫേൽ സാറിനെ അനുമോദിക്കുന്ന ചടങ്ങായിരുന്നു. അദ്ദേഹം ടീമായ നവരസയെ പറ്റിയിട്ട് ഒരുപാട് നന്നായിട്ട് തന്നെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. ഒരുപാട് അതിനെപ്പറ്റി മനസ്സിലാക്കാനും നമുക്ക് പറ്റി. അതിനുശേഷം കൾച്ചറൽ ഫെസ്റ്റ് പ്രോഗ്രാമിൽ വിന്നേഴ്സ് ആയ മക്കളെ അനുമോദിക്കുന്ന ചടങ്ങായിരുന്നു. ഓരോ മക്കൾ സ്റ്റേജിൽ കയറുമ്പോൾ ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. അതിൽ മോളുട്ടിക്കും കിട്ടിയിട്ട് ഒരുപാട് സമ്മാനങ്ങള്, ഡാൻസ്, ഫാഷൻ ഷോ, ബെസ്റ്റ് രാധ ഈ ഐറ്റംസിലായിരുന്നു അവൾക്ക് കിട്ടിയത്. അടുത്തത് ടീച്ചേഴ്സിനെ അനുമോദിക്കുന്ന ചടങ്ങായിരുന്നു. തുടർന്ന് ടീച്ചേഴ്സിന്റെ ഒരു അടിപൊളി ഡാൻസോടുകൂടി പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുകയുണ്ടായി. തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികൾ. ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ടത് കുട്ടികളുടെ കോസ്റ്റ്യൂം ആയിരുന്നു. എല്ലാം അടിപൊളി, ഒന്നിനൊന്ന് മെച്ചം. ടീച്ചേഴ്സ് അവര് അത്രയ്ക്ക് കഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ പ്രാക്ടീസ് കൊടുക്കാൻ. ലാസ്റ്റ് 1 month ആയിട്ട് പ്രാക്ടീസ് മാത്രമായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. പക്ഷെ അത് നമുക്ക് സ്റ്റേജിൽ കാണാൻ പറ്റി. കുട്ടികളെല്ലാം ഒന്നിനൊന്ന് മെച്ചായിരുന്നു. ഓരോ ഡാൻസും ഭയങ്കര കളർഫുൾ ആയിരുന്നു. ഭയങ്കര അടിപൊളി സ്റ്റെപ്സും ആയിരുന്നു. ഞങ്ങൾക്ക് നല്ലവണ്ണം എൻജോയ് ചെയ്യാൻ പറ്റി. ടീം നവരസ ആയതുകൊണ്ട് തന്നെ ഓരോ ഡാൻസും ഓരോ ഭാവങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകം ഉണ്ടാക്കിയ ഡാൻസ് ആയിരുന്നു. അത് ഉൾക്കൊണ്ട് തന്നെ മക്കള് ഭയങ്കര നന്നായിട്ട് ചെയ്തു എന്നാണ് എന്റെ വിശ്വാസം. അതിനുശേഷം മോളൂട്ടിയുടെ ഡാൻസും വന്നു കേട്ടോ. ഇത്തവണ ഞങ്ങൾ ശ്രദ്ധിച്ച കാര്യം എന്താന്ന് വെച്ചാല് അവൾ ആദ്യമായിട്ടാണ്, ഒരുപാട് സ്റ്റേജിൽ ഡാൻസ് ചെയ്തിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഒരു സ്റ്റേജിൽ ഒരു പേടിയില്ലാണ്ട് ചിരിച്ചിട്ട് ഡാൻസ് ചെയ്യുന്നത് ഞങ്ങൾ കണ്ടത്. അത് കണ്ടപ്പോ തന്നെ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷായി. അവളുടേത് ഭയാനകം ഭാവമായിരുന്നു. അതുകൊണ്ട് തന്നെ മക്കളെ കണ്ടാൽ തന്നെ പേടിക്കുന്ന രീതിയിലായിരുന്നു ടീച്ചേഴ്സ് റെഡിയാക്കിയിരുന്നത്. ശരിക്കും നല്ല അടിപൊളി ഡാൻസ് ആയിരുന്നു. എല്ലാ മക്കളും നന്നായിട്ട് കളിച്ചു. ഞങ്ങളെ കണ്ടതും ഒരുപാട് ഹാപ്പിയായി. മുമ്പൊക്കെ ആണെങ്കിൽ ഞങ്ങളെ കണ്ടാലോ അല്ലെങ്കിൽ സ്റ്റേജിന്റെ ലൈറ്റൊക്കെ കണ്ടാല് ഭയങ്കരമായിട്ട് കരയുന്ന ആളാണ്. ഇത്തവണ ഭയങ്കര ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്ത് അവള് ഡാൻസ് ചെയ്തു. നമ്മൾ ചെന്ന പാരന്റ്സിനെ ഫുൾ എൻഗേജ്ഡ് ആക്കാനും അവർ മറന്നില്ല കേട്ടോ. നമ്മളെ കൊണ്ട് ഡാൻസ് ചെയ്യിച്ചു, പാട്ട് പാടിച്ചു, അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു. അവസാനം ഞങ്ങളൊരു രാത്രി 9:30 ആയിട്ടോ തിരിച്ച് ഇറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇത്രയേ ഉള്ളൂ ആനുവൽ ഡേ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണും കൂടെ ഞെക്കണേ. താങ്ക് യു.